എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടാലന്റ് അക്കാഡമിയുടെ LDC 2024 PSCയുടെ റാങ്ക് ഫയൽ റിവ്യൂ ചെയ്യാൻ പോവാണ്. ഈ റിവ്യൂ ചെയ്യുന്നതിന് എൻ്റെ വലിയൊരു റീസൺ ഉണ്ട്. കാരണം ഞാൻ ഈ ഒരു ബുക്ക് വാങ്ങുന്നതിന് മുമ്പ് ആഗ്രഹിച്ചിരുന്നു എവിടെന്നെങ്കിലും ഒരു ബുക്ക് റിവ്യൂ കണ്ടിരുന്നെങ്കിൽ എന്ന്. കാരണം ഇതിനു മുമ്പുള്ള LDCയുടെ ബുക്ക് എന്ന് പറയുന്നത് 2 വോളിയം ആയിരുന്നു. അതിന് 1000ന്റെ ചോടെ മാത്രമായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ടാലന്റ് അക്കാഡമിയുടെ LDCയുടെ ബുക്ക് എന്ന് പറയുന്നത് 4 വോളിയം ഉണ്ട്. അതിന്റെ ഈ ബുക്കിലല്ല, ഇതിന്റെ ശരിക്കുള്ള റേറ്റ് എന്ന് പറയുന്നത് 1675 രൂപയാണ്. 1675 രൂപയാണ്. അപ്പം ഇത്രയും വലിയൊരു എമൗണ്ട് ഇറക്കി നമ്മൾ ബുക്ക് വാങ്ങുന്ന സമയത്ത് അത് വേർത്ത് ആണോ എന്നുള്ളത് എപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും. ഞാൻ ഈ ബുക്ക് വാങ്ങുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ LDCയുടെ ഈ ഒരു ബുക്ക് വാങ്ങിയത് ആമസോണിന്നാണ്. ആമസോണിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വേണ്ടവർ എന്തായാലും പോയി വാങ്ങണം. വളരെ നല്ലൊരു ബുക്ക് തന്നെയാണ് LDCയുടെ 2024 റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം 2 വോളിയം ഉണ്ടായിരുന്നത്. അതിൽ ഉള്ളതിനേക്കാൾ ഒരുപാട് ഡീറ്റെയിൽസ് ഇപ്രാവശ്യത്തെ LDCയുടെ ബുക്കിലുണ്ട്. അത് 100% ഗ്യാരണ്ടീഡ് ആണ്. ബുക്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ വോളിയത്തിൽ തന്നെ ഇവർ പറയുന്നത് ഫസ്റ്റ് പേജിൽ നമുക്ക് കുറച്ച് മോട്ടിവേഷൻ തരുന്ന പോലത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത്തെ പേജിലേക്ക് വരുന്ന സമയത്ത് സിലബസും അതിന്റെ മാർക്കുമാണ്. അതായത് ഇന്ന സബ്ജക്റ്റിന് ഇത്ര മാർക്ക്, ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5, അങ്ങനെ പറഞ്ഞിട്ടൊരു പേജാണ് രണ്ടാമതായി വരുന്നത്. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് തരുന്നത്. ഈ ബുക്കിൽ വോളിയത്തിൽ വരുന്ന കാര്യങ്ങളല്ല അവർ പറയുന്നത്. മൊത്തമായിട്ടുള്ള ഈ 4 ബുക്സിലും വരുന്ന അല്ലെങ്കിൽ LD ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സിലബസ് വിശദമായിട്ട് ഇതിൽ തരുന്നുണ്ട്. ഫസ്റ്റത്തെ വോളിയത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ്. ചരിത്രത്തിൽ കേരള ചരിത്രമാണ് ആദ്യം തന്നെ തുടങ്ങുന്നത്. പിന്നെ ഇന്ത്യ ചരിത്രം, പിന്നെ ലോക ചരിത്രം. ഭൂമിശാസ്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ ലോകവും അതുപോലെ ഇന്ത്യയും മാത്രമാണ് ഈ ഒരു ബുക്കിലുള്ളത്. അടുത്ത വോളിയത്തിലാണ് കേരളത്തിന്റെ തുടങ്ങുന്നത്. പിന്നെ ഇതിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ അതേപോലെ തന്നെയുള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഡിസൈൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യം ഇവർ ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതെന്നും നമുക്കൊരു ചാലഞ്ചിങ് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്ട്സിന്റെ കഴിയുന്ന സമയത്തും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-25ഓളം ചോദ്യങ്ങൾ എല്ലാ പേപ്പറിനതിലും ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. 2021 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബുക്കിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 2021, 22, 23 ഈ 3 വർഷത്തെ ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ബുക്ക് തന്നെ ലഭിക്കുന്നതാണ്. പണ്ടത്തെ ബുക്കിലുള്ള പോലെ തന്നെ കറണ്ട് ഫാക്ട്സ്, പിന്നെ ഇൻഫോ പ്ലസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്കിന്റെ കറണ്ട് അഫയേഴ്സും എല്ലാ ഭാഗത്തു നിന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ഏരിയയിൽ കൂടുതൽ ടോപ്പിക്സിലും ഇവർ കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പദ്ധതികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ 2023 വന്നിട്ടുള്ള പദ്ധതികൾ അതൊക്കെ ഇവർ കറക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം 2 ബുക്കിലായിരുന്ന കാര്യങ്ങൾ 4 ബുക്കിലേക്ക് ആക്കുന്ന സമയത്ത് അത്രയും കാര്യങ്ങൾ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ് എക്സ്ട്രാ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ വോളിയത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോഗ്രഫിയുടെ തുടർച്ച, കേരള ഭൂമിശാസ്ത്രം എന്നുള്ള ഭാഗത്തിലാണ് ഈ ബുക്ക് തുടങ്ങുന്നത് തന്നെ. പിന്നെ രണ്ടാമത് വരുന്നത് എക്കണോമിക്സ് ആണ്. പിന്നെ കേരള ഗവേണൻസ് എന്ന് പറയുന്ന ഭാഗം, അതായത് കേരളത്തിലത്തെ ഭരണവും ഭരണ സംവിധാനവും. പിന്നെ വരുന്നത് ബയോളജിയാണ്. ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ബുക്കിലുള്ള ഭാഗം ബയോളജിയാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻഫോ പ്ലസ് എന്ന് പറഞ്ഞ ഭാഗങ്ങളുണ്ട്, ഫസ്റ്റ് ഇൻഫോ, പിന്നെ കൺഫ്യൂസിങ് ടയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടത്തെ ബുക്കിലുള്ള പോലെ തന്നെ ഈ ബുക്കിലുണ്ട്. പിന്നെ ഈ ഒരു വോളിയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലോക ഭൗമദിനം അത് ഇന്ന ദിനമാണെന്ന് മാത്രം കൊടുക്കാതെ 2019 മുതലുള്ള ആ ദിവസത്തെ പ്രമേയം, ഇപ്പൊ ലോക ഭൗമദിനമാണെങ്കിൽ ആ ഭൗമദിനത്തിന്റെ പ്രമേയം ഓരോ വർഷത്തിൽ 2019 മുതൽ 2023 വരെയുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അത് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ ഓരോ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പറയാം, ഇപ്പോഴത്തെ എക്സാമിന്റെ പാറ്റേൺ വെച്ചിട്ട് ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസത്തിന്റെ പ്രമേയം ചോദിക്കുകയാണെങ്കിൽ അത് ഈ വർഷത്തിൽ ചിലപ്പം കഴിഞ്ഞ വർഷത്തിൽ ആയിരിക്കില്ല ചോദിക്കുക, അതിന് 2-3 വർഷം മുന്നത്തതൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പം ഈ ഒരു ഭാഗം കൊടുത്തത് നമുക്ക് എന്തായാലും ഒരു ഉപകാരമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബുക്കിലൊന്നും ഇല്ലാത്ത ഒരു കാര്യം എന്ന് തോന്നിയത് നോട്ട് ദ പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ കാലം നമുക്കറിയാം 3 അടിയന്തരാവസ്ഥ കാലമാണ് ഉണ്ടായിട്ടുള്ളത്. ആ 3 അടിയന്തരാവസ്ഥ കാലത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ, അതായത് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ഇവരെയൊക്കെ ഈ 3 വർഷത്തതും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബോക്സിൽ, ചെറിയൊരു ബോക്സിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എളുപ്പമാണ്. നമ്മൾ വേഗം ശ്രദ്ധിച്ച് വെക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് വോളിയം 2-ലുള്ളത്. മൂന്നാമത്തെ വോളിയത്തിലേക്ക് വരുന്ന സമയത്ത് അതിലാണ് ഫിസിക്സ്, കെമിസ്ട്രി, കല, സാഹിത്യം, സംസ്കാരം, കമ്പ്യൂട്ടർ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ വോളിയത്തിലാണ്. കമ്പ്യൂട്ടറിന്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് തന്നെ ലേറ്റസ്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സമകാലികമായിട്ടുള്ള ആപ്ലിക്കേഷൻസ്, സോഷ്യൽ മീഡിയയിൽ വന്ന ചേഞ്ചസ്, അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഒരുവിധ എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഇനി അടുത്തത് നാലാമത്തെ വോളിയമാണ്. നാലാമത്തെ വോളിയത്തില് ആദ്യം തന്നെ സുപ്രധാന നിയമങ്ങളാണ്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ആനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഭാഗം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും നല്ല ഉപകാരപ്രദമായിരിക്കും. കാരണം അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അവാർഡ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതും വെറും നാഷണൽ അവാർഡും കാര്യങ്ങളല്ല. ഇപ്പം നോബൽ പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് 2021 മുതലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ലഘുഗണിതം, അതായത് മാത്സ്, പിന്നെ ജനറൽ ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാലാമത്തെ വോളിയത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിലുള്ളത്. അപ്പം ഈ ഒരു 4 ബുക്ക് വായിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ പഠിക്കുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സിന് ഒരു ബുക്ക്, ഷോർട്ട് കട്ട്സിന് ഒരു ബുക്ക്, അങ്ങനെ ഒരു 10,000 ബുക്ക് പഠിക്കുന്ന നേരം കൊണ്ട് ഈ ഒരു 4 ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടോപ്പിക് പഠിക്കണമെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ഫാക്ട്സ്, കറണ്ട് ഫാക്ട്സ് അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 4 ബുക്കിലായിട്ട് വരുന്നത് ഏകദേശം 4000-ന്റെ അടുത്ത് പേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 1675 രൂപയാണ്. അപ്പം ഈ ഒരു വിലക്ക് ഈ ഒരു ബുക്ക് നമുക്ക് വേർത്താണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മളിപ്പോ ഈ ഒരു വർഷം തന്നെ LDC ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ബുക്ക് മതി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും കാര്യങ്ങളുണ്ട്. ഷുവർ ആണ് ഈ ഒരു ബുക്കിനെ കൊണ്ട് യൂസ്ഫുൾ ഉണ്ടാകും. ആവശ്യമുള്ളവർ എന്തായാലും വാങ്ങണം. കാരണം നിങ്ങൾക്കിത് നിങ്ങൾ ഈ മുതലാക്കുന്ന പൈസ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. നിങ്ങൾക്ക് വാങ്ങണം താല്പര്യമുള്ളവർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആമസോണിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പം എന്തായാലും ആവശ്യമുള്ളത് വാങ്ങുക. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി ഞാൻ കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്കിനും കൂടി പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.